ലീഗിൻ്റെ കൂടെ ഒരു വിഷയത്തെ ചേർത്തുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചൊരു കാര്യം സമസ്ത പോലെയുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം തന്നെയാണ്. ഇവിടുത്തെ സംസ്കാരത്തെയും ഇവിടുത്തെ ആദാന പ്രദാനങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള അത്തരത്തിലുള്ളൊരു സമൂഹമാണ് കുറച്ചൊരു സെക്യുലർ സമൂഹം. ആ സെക്യുലർ സമൂഹത്തെ അല്ലേ ഇവർ പുണരേണ്ടതെന്നുള്ളതാണ്. മാത്രമല്ല അദ്ദേഹം ഒന്നും കൂടെ പറയുന്നു, പകരം നിങ്ങൾ പുണരുന്നത് ഈ ജമാഅത്തിനെയും മുജാഹിദ് പ്രസ്ഥാനത്തിനാണ്. ഇവിടെ രണ്ട് അപകടങ്ങളുണ്ട്. ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത്, ഇവിടെ സെക്യുലറായി എല്ലാവരും മുസ്ലിം സമുദായത്തോട് പറയുന്ന അല്ലെങ്കിൽ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഭിന്നിക്കരുത്, ഈ സമയത്ത് നിങ്ങൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ്. കാരണം വലിയൊരു അപകടം മുന്നിൽ നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങളെ ചെറിയ ഈ വൈജാത്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു കളയുന്നതാണ്. പക്ഷെ ഇവിടെ ഇദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഈ വൈജാത്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഈ മുസ്ലിം ലീഗ് എന്താണ് ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതിൽ മുഴുവൻ സമുദായത്തെ ഒന്നിപ്പിക്കേണ്ടതല്ലേ, അവർക്ക് ആ ജോലിയല്ലുള്ളത്. അതിന് പകരം എന്താ വെച്ചാൽ ലീഗിന് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ശുദ്ധിവാദക്കാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ദേശീയ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം എന്ന രൂപത്തിലാണ്. അത് ഒന്നാമത്തെ അപകടം. രണ്ടാമത്തെ അപകടം എന്ന് പറയുന്നത് എത്രമാത്രം ഇവർ സ്ഥാപിച്ചു, അതാണ് ചില്ലറ വിഷയം, അതല്ല, അത് ഗൗരവമുള്ളൊരു വിഷയം. അറിയാതെ പറഞ്ഞായിരിക്കാം, പക്ഷേ എന്തൊക്കെ ഗൗരവമാണ്. രണ്ടാമത്തത്, ഈ സമസ്തയുടെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആർക്കെങ്കിലും ഇത് പുരോഗമനം എന്ന് പറയാൻ പറ്റുന്നത്? നമുക്കറിയാം, നരകത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസത്തെ പൂർണ്ണമായിട്ടും എതിർത്തവര്, സ്ത്രീകൾക്ക് പള്ളി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, മറ്റു വിദ്യാഭ്യാസങ്ങളൊന്നും തീട്ടില്ല, അവരെല്ലാ അർത്ഥത്തിലും അടിച്ചമർത്തിയ വിഭാഗം. എന്തിനേറെ ഇപ്പൊ നമുക്കറിയാം, മറ്റ് വിഭാഗങ്ങളോട് പോലും സലാം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന, എന്തായാലും പുരോഗമനവാദികളെല്ലാം പറയുന്ന മനുഷ്യത്വത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് പോലും യോജിക്കാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരെ ആണ് പുരോഗമനവാദികൾ അല്ലെങ്കിൽ ആധുനികരെന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സമൂഹത്തിനകത്തുണ്ടായിരുന്ന അതീവ അപകടകരമായ ഒരുപാട് കാര്യങ്ങളായത് പിഞ്ഞാണെഴുതി, ഏലക്ക്, വരേലസ്, ഉറുക്ക്, ഇതൊക്കെ ഈ പറഞ്ഞ മന്ത്രവാദം, സകലവിധ വിഷയങ്ങളൊക്കെ കെട്ടുപണഞ്ഞ് കടന്നിരുന്നൊരു സമൂഹത്തെ അതൊന്നും ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞ് ആധുനികമായ കാലഘട്ടത്തിൽ ശരികളോടൊപ്പം നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ, എന്നാൽ അതേസമയം വ്യതിരിക്തമായിട്ടൊരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത ഒരു ഇസ്ലാമിക വിഭാഗത്തെ, ആ വിഭാഗത്തിന്റെ പുരോഗമനത്തെ കാണാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്തൊരു ദുരന്തം എന്ന് പറയുന്നത്. എന്തായാലും നമുക്കറിയാപ്പോ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും രണ്ടാശയങ്ങളാണ്. ഇത് യോജിക്കണം എന്നല്ല അർത്ഥമുള്ളത് അല്ലേ? അപ്പൊ ഇവയെ യോജിപ്പിച്ചുകൊണ്ടൊരു ഒരു സാധനം ഉണ്ടാകുമ്പോൾ അത് പുരോഗമനാണ് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് അപകടം എവിടെയാണ് കിടക്കുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ ഇന്ന് സംഭവിക്കുന്ന വെച്ചാൽ ഇസ്ലാമിന് ധാരാളം ബദലുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇത് സൂഫി ബദൽ ഉണ്ട്, ഫെമിനിസ്റ്റ് ബദലുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ബദൽ. ഇപ്പൊ ഈ അടുത്ത കാലത്തൊരു മൺസൂൺ ഇസ്ലാം എന്നൊരു പുസ്തകം ഇറങ്ങിയിരുന്നു. ഈ അടുത്തല്ല, അത് മലയാളത്തിൽ വന്നത്. അപ്പൊ ആ പുസ്തകത്തിനകത്ത് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പറയുന്നതിന് വ്യതിരിക്തമായിട്ട് നമ്മുടെ കോഴിക്കോടൻ സമൂഹം എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായ ഇസ്ലാമിനെ രൂപപ്പെടുത്തിയെന്ന് പറയാണ്. പക്ഷെ അതൊക്കെ ഈ കലർപ്പുള്ള അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളോട് യോജിക്കുന്നതാണോ അല്ലയോ എന്ന ചോദ്യമാണല്ലോ ചോദിക്കേണ്ടത്. എന്തായാലും അതിനു പകരം അദ്ദേഹം ഈ പറയുന്ന നിലവിൽ പലരും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാലുഷ്യമാർന്ന അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത അവ്യക്തമായൊരാശയ ലോകത്ത് തന്നെ പെട്ടുപോയി എന്നുള്ളത് മാത്രമാണ് നമുക്കിന്നത്തെ സങ്കടമായിട്ട് തോന്നുന്നത്.